Hello everyone, how are you all? Welcome to a new episode of English with Habish. So dear friends, ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് നമ്മൾ ഹാബിച്വൽ ആക്ഷൻ പതിവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള സെൻറ്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജനറൽ ട്രൂത്ത് പൊതുവായ സത്യങ്ങളെക്കുറിച്ച് പറയാനുള്ള സെൻറ്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫ്യൂച്ചർ ഇവൻറ്റ്സ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ എ ഫിക്സ്ഡ് പ്രോഗ്രാം, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ള സെൻറ്റൻസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുല വളരെ എളുപ്പമാണ്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ബേസ് ഫോം ഓഫ് ദ വേർബ്. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിരുന്നു V1, V2, V3 ഒക്കെ എന്താണെന്നൊക്കെ. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് V1 ഫോമാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. യു ക്യാൻ വാച്ച് ദ വീഡിയോ ഇഫ് യു ലൈക്ക്. മൈ ഫ്രണ്ട്സ്, നമുക്ക് ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാം. ഒരു ക്ലാസ് റൂം, അവിടുത്തെ ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കാറ്? ഇത് ഒരു ഹാബിച്വൽ ആക്ഷനാണ്, ഒരു പതിവ് പ്രവർത്തനമാണല്ലോ. സോ അവിടുത്തെ ഏറ്റവും സ്മാർട്ടായ കുട്ടിയാണ് ജോണിക്കുട്ടൻ. ജോണി എണീറ്റ് പറയുന്നു, ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ് എവറി ഡേ. ഞാൻ ദിവസവും രാവിലെ 6 മണിക്ക് ഉണരും. സോ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock ഇത് സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. കാരണം എന്താണ്, ഇത് പതിവ് പ്രവർത്തനമാണ്. സോ ആദ്യം നമ്മൾ സബ്ജക്റ്റായ ഐ വെച്ചിട്ട് അതിനുശേഷം V1 ഫോമായ വേക്ക് അപ്പ് ഉപയോഗിക്കും. പിന്നെ നമ്മൾക്ക് പറയാനുള്ള ഒബ്ജക്റ്റും ടൈം ഫ്രെയിം ഒക്കെ നമ്മൾക്ക് അതിൽ ഉൾപ്പെടുത്താം. മൈ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ മോർ എക്സാമ്പിൾസ്. ഓക്കെ, ഇവിടെ മിസ്റ്റർ മഹേഷ് ഉണ്ട്. അദ്ദേഹം ഡ്രിങ്ക് ടീ ആണ് എവറി മോർണിംഗ് ആണ്. അപ്പോൾ മൂപ്പര് എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കും. നമ്മൾക്കിത് ഒരു പതിവ് പ്രവർത്തനമായിട്ട് പരിഗണിക്കാം. പതിവ് പ്രവർത്തനമാണെങ്കിൽ, റുട്ടീൻ ആക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്, അതായത് V1 ഫോം. സബ്ജക്റ്റ് എന്താണ്? കർത്താവാണ്, ഡുവർ ഓഫ് ദ ആക്ഷൻ. ആരാണ് ക്രിയ ചെയ്യുന്നത്? അവനാണ് സബ്ജക്റ്റ്. ഓക്കെ, സോ നമ്മൾക്ക് ആദ്യം മഹേഷിനെ കൊണ്ടുവരാം. സബ്ജക്റ്റ് ആണല്ലോ വേണ്ടത്. അതിനുശേഷം നമുക്ക് ബേസ് ഫോം ഓഫ് ദ വേർബായ ഡ്രിങ്കിനെ കൊണ്ടുവരാം. പക്ഷെ അവിടെ ഒരു എസ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഓക്കെ, എന്താണ് അയാൾ കുടിക്കുന്നത്? ഡ്രിങ്ക് ടീ ആണ്. എപ്പോഴാണ് അയാൾ കുടിക്കുന്നത്? എവറി മോർണിംഗ് ആണ്. ഓക്കെ, സോ ദ സെൻറ്റൻസ് ഷുഡ് ബി മഹേഷ് ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. സോ അതിൽ എന്തുകൊണ്ട് എസ് വന്നു എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, എന്നൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്. ഓക്കെ, പ്രൊനൗൺ ദേ ആണ്. ആക്ഷൻ വാക്ക് പാർക്കാണ്. പീരിയഡ് എവറി മോർണിംഗ് ആണ്. ഓക്കെ, സോ ഇതൊരു റുട്ടീൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. സോ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊണ്ടുവന്നു ദേ, അതിനുശേഷം നമുക്ക് വേർബ് വേണം അല്ലേ? അത് വാക്കാണ്, നടക്കുന്നതാണ്. ഇൻ ദ പാർക്ക് എവറി മോർണിംഗ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ആ വേർബിന് ശേഷം, വാക്കിന് ശേഷം ഒരു എസ് വന്നില്ല. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. ദേ വാക്ക് ഇൻ ദ പാർക്ക് എവറി മോർണിംഗ്. ഇതാണ് സെൻറ്റൻസ്. മൈ ഫ്രണ്ട്സ്, ലെറ്റ്സ് മേക്ക് അനദർ സെൻറ്റൻസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രൊനൗൺ ആണ്, ഐ ആണ് സബ്ജക്റ്റ്. ആക്ഷന് ബിരിയാണി കുക്ക് ചെയ്യുകയാണ്. പീരിയഡ് എവറി ഫ്രൈഡേ, എല്ലാ വെള്ളിയാഴ്ചയും. സോ ഇത് റുട്ടീൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോമിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റായ ഐനെ കൊണ്ടുവന്നു, അതിനുശേഷം വേർബായ കുക്കിനെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ എന്താണ് കുക്ക് ചെയ്തത്? ഒബ്ജക്റ്റ് ബിരിയാണിയാണ്. എവറി ഫ്രൈഡേ. ഇവിടെയും നമ്മൾക്ക് ആ എസ് വന്നില്ല, കുക്കിന് ശേഷം ഒരു എസ് വന്നില്ല. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. ഐ കുക്ക് ബിരിയാണി എവറി ഫ്രൈഡേ. അടുത്തത് അനദർ എക്സാമ്പിൾ. സോ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. സെൻഡ് ഹോം ₹2000 എവറി മന്ത്. 2000 ഉള്ളൂ. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതൊരു റുട്ടീൻ ആക്ഷൻ ആണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബിലാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് ഷീ ആണ്. എന്താണ് അവൾ ചെയ്യുന്നത്? സെൻഡാണ്, അയക്കലാണ്. ഒരു എസ് വന്നിരിക്കുന്നു മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇരിക്കട്ടെ. അതിനുശേഷം സെൻസ് ഹോം, പീരിയഡ് അവസാനം ഇടുക 2000 എവറി മന്ത്. ഓക്കെ, സോ ദ സെൻറ്റൻസ് ഇസ് ഷീ സെൻസ് ഹോം ₹2000 എവറി മന്ത്. മൈ ഫ്രണ്ട്സ്, ഈ സ്ലൈഡ് ശ്രദ്ധിച്ചു നോക്കൂ. സിംഗുലർ സബ്ജക്റ്റ് മഹേഷ് ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. ഷീ സെൻഡ്സ് ഹോം ₹2000 എവറി മന്ത്. അപ്പോൾ സിംഗുലറായ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആ എസ് കണ്ടത് അല്ലേ? താഴെ നോക്കൂ, പ്ലൂറൽ സബ്ജക്ട്സ്.
ഐ കുക്ക് ബിരിയാണി എവറി ഫ്രൈഡേ. ഐ പ്ലൂറൽ ആയിട്ട് കരുതുക കേട്ടോ, ഇത് ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ. ഐയും യു ഒക്കെ പ്ലൂറൽ ആയിട്ടാണ് കരുതുക. ദേ വാക്ക് ഇൻ ദ പാർക്ക് എവറി മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോഴാണ് ആ വേർബിന് ശേഷം ഒരു യെസ് വരുന്നത്. മഹേഷ് ഡ്രിങ്ക്സ്, ഷീ സെൻസ്. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഐ കുക്ക്, ദേ വാക്ക്. So this is what you have to keep in mind. It's a very important part of simple present. Let's look at a few more examples, my friends. ഇവിടെ നോക്കൂ sentences. He wakes up at 6 a.m. She brushes her teeth. He takes a shower. She drinks a glass. She prepares. He walks. അല്ലേ, ഇവിടുത്തെ സബ്ജക്ട്സ് ഒക്കെ സിംഗുലർ ആണ്. ഹീ, ഷീ, ഇറ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു യെസ് വേർബിന് ശേഷം ഇടുന്നു. വെയ്ക്സ്, ബ്രഷസ്, ടേക്സ്. താഴെ നോക്കൂ. They wake up at 6 a.m. We brush our teeth. They take showers. We drink. We prepare. They walk. അവിടെ സബ്ജക്ട്സ് എന്താണ്? പ്ലൂറൽ ആണ്. They, we, you, I എന്നീ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേർബിന് ശേഷം യെസ് ഇടാൻ പാടില്ല. ഓക്കെ, ദ വേർബ് ഷുഡ് ബി ഇൻ V1 ഫോം. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബ് V5 ഫോമിലും, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർബ് V1 ഫോമിലും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ മൈ ഫ്രണ്ട്സ്, ഫോർ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ജോണീസ് ക്ലാസ്. ടീച്ചർ ചോദിക്കുന്നു, ടെൽ മീ സംതിങ് അബൌട്ട് ദ സൺ. സൂര്യനെ കുറിച്ച് എന്തെങ്കിലും പറയൂ. ജോണി, ബീങ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്, പറയുന്നു, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. എന്തുകൊണ്ടാണ് ജോണി കുട്ടൻ ഈ രീതിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കി? ഇവിടെ കാണൂ, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ദ സൺ ആണ് സബ്ജക്റ്റ്, റൈസസ് ആണ് V1 ഫോം. Or here it's V5 form. You can say it's V5 form. Okay, because the subject is singular. കാരണം ഇതൊരു പൊതുവായ ഒരു സത്യമാണ്, ഒരു ജനറൽ ട്രൂത്ത് ആണ്. സോ പൊതുവായ സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ V5 ഫോം. ഓക്കെ, നമ്മൾക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius. എർത്ത് ഓർബിറ്റ്സ് അറൗണ്ട് ദ സൺ. ദ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ്. ഇതൊക്കെ പൊതുവായ സത്യങ്ങളാണ്. സോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമാറ്റാണ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ താമസിക്കുന്നു? സോ ഇത് ഒരു പെർമനൻറ്റ് സിറ്റുവേഷൻ ആണ്. ഒബ്വിയസ്ലി ജോണി എണീറ്റ ഉടനെ പറയുന്നു, ഐ ലിവ് ഇൻ കാസർഗോഡ്. സോ നമ്മൾ പെർമനൻറ്റ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഐ ലിവ്, അതിനുശേഷം ഇൻ കാസർഗോഡ്. ഐ ആണ് സബ്ജക്റ്റ്, ലിവ് ആണ് V1 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ മോർ എക്സാമ്പിൾസ്. സാറ വർക്ക്സ് ആസ് എ ഡോക്ടർ. ദിസ് കമ്പനി മാനുഫാക്ചേഴ്സ് ഇലക്ട്രോണിക്സ്. He writes a popular magazine. My cousin studies computer science. So all these come under simple present. Okay, so simple present ന്റെ വേറൊരു യൂസ് ആണ് ഫ്യൂച്ചർ ഇവൻസിനെ കുറിച്ച് പറയാൻ. ഓക്കെ, നമ്മൾ ഫ്യൂച്ചറത്തെ കാര്യം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് പറയുന്നു, പ്രൊവൈഡഡ് ഒരു ഫിക്സ്ഡ് ടൈം ടേബിളും ഒരു ഫിക്സ്ഡ് പ്രോഗ്രാമും ഉണ്ടാകുമ്പോൾ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ബെറ്റർ. ജോണി ടീച്ചറിനോട് ചോദിക്കുന്നു, എപ്പോഴാണ് അവധി ആരംഭിക്കുന്നത്? ഒബ്വിയസ്ലി സ്കൂളിന് ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉണ്ടാകും, അവരുടെ സ്കെഡ്യൂളും അവരുടെ വെക്കേഷൻ ടൈമൊക്കെ. ടീച്ചർ ഉത്തരം പറയുന്നു, ദ വെക്കേഷൻ സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. ഇതിൻ്റെ ഫോർമാറ്റ് നോക്കൂ. ദ വെക്കേഷൻ സബ്ജക്റ്റ്, വേർബ് സ്റ്റാർട്ട്സ്. കാരണം വെക്കേഷൻ സിംഗുലർ ആയതുകൊണ്ടാണ് സ്റ്റാർട്ട്സ് എന്ന് വന്നത്. ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉള്ളത് കൊണ്ട്. സോ ഇഫ് യു ഹാവ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ എ ഫിക്സ്ഡ് പ്രോഗ്രാം, you should use simple present tense, okay, to talk about the future. The vacations have begun and Johnny is going to Shimla by train. So Johnny train station എത്തിയിട്ട് ഇൻഫർമേഷൻ ഡെസ്കിൽ ചോദിക്കുകയാണ്, ട്രെയിൻ എപ്പോൾ പുറപ്പെടും? സോ അവിടുത്തെ ആൾ പറയുന്നു, the train departs at 6 PM. വൈകുന്നേരം 6 മണിക്ക് ട്രെയിൻ പുറപ്പെടും. ഇത് ഫ്യൂച്ചറത്തെ കാര്യമാണ് പറയുന്നുള്ളത്. പക്ഷേ
ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സിമ്പിൾ ടെൻസാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ ഉണ്ട്. സോ ഇഫ് ദർ ഈസ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ആൻഡ് ഫിക്സ്ഡ് പ്രോഗ്രാം, യു ക്യാൻ യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് to talk about the future. So there are some more examples. The program begins at 7 p.m. tomorrow. The bus leaves at 8 p.m. The meeting starts at 9 a.m. sharp. So these are the times you can talk about future events using simple present tense and its formula. My friends, in this video we are going to talk about simple past tense. Simple past tense എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? To talk about action that finished in the past. ഭൂതകാലത്ത് പൂർത്തിയാക്കിയ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഓക്കെ, അതുകൂടാതെ ടുഗദർ വിത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൻ്റെ എപ്പിസോഡിൽ സംസാരിക്കുന്നതാണ്. സോ ഇതിൻ്റെ ഫോർമാറ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ്. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ്. നമ്മുടെ ജോണിക്കുട്ടൻ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരുപാട് വൈകിട്ടാണ് വീട്ടിലെത്തിയത്. അവൻ്റെ മദർ ഒരുപാട് വറീഡായിരുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആദ്യം ചോദിച്ചു, നീ ഇതുവരെ എവിടെയായിരുന്നു? അപ്പോൾ ജോണിക്കുട്ടൻ പറഞ്ഞു, I went to play with my friends. ഞാൻ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോയിരുന്നു. സി, ഇതെന്താണ്? ഇത് ഭൂതകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ്. V1 ഗോ ആണ്, V2 ആകുമ്പോൾ വെൻറ്റ് ആവും. I went, ഞാൻ പോയിരുന്നു. അടുത്ത ചോദ്യം, മദർ ചോദിക്കുകയാണ്, നീ സുഹൃത്തുക്കളുമായി എന്താണ് കളിച്ചത്? അപ്പോൾ ജോണിക്കുട്ടൻ പറഞ്ഞു, I played football with my friends. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഫുട്ബോൾ കളിച്ചു. ഇവിടെയും നോക്കൂ, സബ്ജക്റ്റ് ആയ I, അതിനുശേഷം V2 ഫോമായ പ്ലേഡ്, അതിനുശേഷം ഫുട്ബോൾ വിത്ത് മൈ ഫ്രണ്ട്സ്. V1 ഫോം പ്ലേ ആണ്, V2 ഫോം പ്ലേഡ് ആണ്. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ, കളിച്ചു എന്ന് പറയാൻ നമ്മൾ പ്ലേഡ് എന്ന് പറയണം. അതിനുശേഷം മാതാവ് ചോദിച്ചു, Did you eat anything? നീ വല്ലതും കഴിച്ചോ? അപ്പോൾ ജോണി പറഞ്ഞു, We ate ice cream after the game. ഞങ്ങൾ കളി കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു. ഇവിടെ സബ്ജക്റ്റ് ആയ വി, അതിനുശേഷം V2 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും V2 ഫോമാണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസൻറ്റ് പോലെ വേർബിന് ശേഷം സിംഗുലർ ആണെങ്കിൽ ES ഒന്നും വരുന്നില്ല. സോ V1 ഫോം ഈറ്റ് ആണ്, V2 ഫോം എയ്റ്റ് ആണ്. എയ്റ്റ്, കഴിച്ചു, അതാണ് പാസ്റ്റ് ഫോം. അടുത്തതായി മദർ ചോദിച്ചു, വാട്ട് ഡിഡ് യു സ്റ്റഡി അറ്റ് സ്കൂൾ? ഇന്ന് നീ സ്കൂളിൽ എന്താണ് പഠിച്ചത്? അപ്പോൾ ജോണി പറഞ്ഞു, ഐ സ്റ്റഡീഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടുഡേ. ഞാൻ ഇന്ന് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചു. സോ ഭൂതകാലത്തെക്കുറിച്ച് പറയാൻ, നമ്മൾ പാസ്റ്റിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വേർബ്. സബ്ജക്റ്റ് I, V2 ഫോം സ്റ്റഡീഡ്. സോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക? when there is no plan or decision to do the action before we speak. സംസാരിക്കുന്നതിന് മുമ്പ് പ്രവർത്തനം നടത്താൻ പദ്ധതിയോ തീരുമാനമോ ഇല്ലെങ്കിൽ. ഒരു കാര്യം നമ്മളത് ചെയ്യാൻ മുൻകൂട്ടിയിട്ട് പദ്ധതിയിട്ടില്ല, മുൻകൂട്ടി തീരുമാനിച്ചില്ല, ഈ സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ അതിന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക. അതുകൂടാതെ ടു മേക്ക് പ്രഡിക്ഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്താൻ. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ സിമ്പിൾ ഫ്യൂച്ചർ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. എന്താണ് V1 ഫോം ഓഫ് ദ വേർബ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആയ V1, V2, V3ൻ്റെ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, പതിവ് പോലെ ജോണിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നു. ഹി വാസ് വെരി ഹംഗ്രി. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ജോണിക്കുട്ടൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. അപ്പോൾ ജോണിയുടെ മദർ പറഞ്ഞു, ഐ വിൽ ഗിവ് യു സംതിങ് ടു ഈറ്റ്. ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാം. സോ നമ്മൾ ഏത് ഫോർമുലയാണ് ഉപയോഗിച്ചത്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, അടുത്തതായി ജോണി പറഞ്ഞു, നമുക്ക് നാളെ പാർക്കിൽ പോകാം. സോ
അവൻ്റെ മദർ പറഞ്ഞു we will go to the park tomorrow. നമുക്ക് നാളെ പാർക്കിൽ പോകാം. സോ ഇത് ജോണി ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ മദറിന് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായില്ല. ഓക്കെ, ഷി ഡിഡ്ന്റ് പ്ലാൻ ഇറ്റ് പ്രയർ ടു ദിസ്. അങ്ങനത്തെ സമയത്ത് നമ്മൾ വില്ല് വെച്ചിട്ടാണ്, ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. എന്താണ് ഇവിടുത്തെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം? നോ പ്ലാൻ ഓർ ഡിസിഷൻ ടു ഡു ദ ആക്ഷൻ ബിഫോർ വി സ്പീക്ക്. ഓക്കെ, അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കും. വി വിൽ ഗോ ടു ദ പാർക്ക് ടുമാറോ. എന്നിട്ട് ജോണിക്കുട്ടൻ ചോദിച്ചു, അച്ഛൻ നേരത്തെ വരുമോ? അപ്പോൾ മദർ റിപ്ലൈ ചെയ്തു, യുവർ ഡാഡ് വിൽ പ്രോബബ്ലി ബി ലേറ്റ്. എൻ്റെ അച്ഛൻ മിക്കവാറും വൈകും. ഇതെന്താണ്? ഷീ ഈസ് ജസ്റ്റ് പ്രെഡിക്റ്റിംഗ്. ഓക്കെ, ഷീ ഡസ് നോട്ട് നോ ഫോർ ഷുവർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. യുവർ ഡാഡ് വിൽ പ്രോബബ്ലി ബി ലേറ്റ്. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു നിങ്ങൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സംസാരിക്കുന്നതിന് മുമ്പ് പ്രവർത്തനം നടത്താൻ പദ്ധതിയോ തീരുമാനമോ ഇല്ലെങ്കിൽ, അഥവാ ഓൾറെഡി പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പറയാൻ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുക? ഇവിടെ നോക്കൂ, ഓൺ ദ റൈറ്റ് യൂസ് ഗോയിങ് ടു. ഷീ ഈസ് ഗോയിങ് ടു ട്രാവൽ ടു ഫ്രാൻസ് നെക്സ്റ്റ് സമ്മർ. അടുത്ത വേനൽക്കാലത്ത് അവൾ ഫ്രാൻസിലേക്ക് പോകാൻ പോകുന്നു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരിക്കും അല്ലേ? സോ അങ്ങനത്തെ അവസരങ്ങളിൽ നമ്മൾ ഗോയിങ് ടു ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഐ ആം മീറ്റിംഗ് മൈ ഫ്രണ്ട് ഫോർ ലഞ്ച് ടുമാറോ. നേരത്തെ പദ്ധതിയിട്ട കാര്യം പറയാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചറിൽ നേരത്തെ പദ്ധതിയിട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഗോയിങ് ടുവും പ്രസൻറ്റ് കണ്ടിന്യൂസും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് ഫ്യൂച്ചറത്തെ കാര്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് പറയാമെന്ന് ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാം. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ടെമ്പററി സിറ്റുവേഷൻസ്, പ്രീ പ്ലാൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, അനോയിങ് ഹാബിറ്റ്സ് ഓഫ് തിങ്സ് റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അറൗണ്ട് ദ പ്രസൻറ്റ് ടൈം, ഇതിനൊക്കെ കുറിച്ച് പറയാൻ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ടു ക്രിയേറ്റ് സെൻറ്റൻസസ് ഫോർ ഓൾ ദീസ് തിങ്സ് വി യൂസ് ദ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് am is are plus verb plus ing. ഇതിനെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, I am going home now, he is going home now, they are going home now. See, the auxiliaries are changing according to the subjects, so we will discuss about all this in just a few minutes. So let's look at the first point. Actions happening now. ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ. സോ ഇവിടെ എന്താണ് നടക്കുന്നുള്ളത്? നമ്മുടെ ജോണിക്കുട്ടൻ മൂപ്പര് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം? ജോണി ഈസ് വാക്കിംഗ് ടു സ്കൂൾ. ജോണി കഴിഞ്ഞിട്ട് നമ്മൾ ഈസ് ആണ് ഉപയോഗിച്ചത്. കാരണം എന്താണ്? ജോണി സിംഗുലർ സബ്ജക്റ്റ് ആണ്. വേർബ് പ്ലസ് ing, വാക്കിംഗ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വാക്കിംഗ് ടു സ്കൂൾ. സോ ദിസ് ഈസ് വെരി സിമ്പിൾ. അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, ജോണി വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോണി പറയുന്നു, ഐ ആം റൈറ്റിംഗ് എ പോയം. ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറിയാണ് ആം. ഐ ആം റൈറ്റിംഗ് എ പോയം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഇവിടെ ആം ആണ് പ്ലസ് വേർബ് പ്ലസ് ing. അടുത്തതായി ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ആർ സുശീൽ ആൻഡ് ശ്യാം ഡൂയിങ്? സുശീലും ശ്യാമും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജോണി പറയുന്നു, സുശീൽ ആൻഡ് ശ്യാം ആർ പ്ലേയിങ് ചെസ്. സുശീലും ശ്യാമും ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ് ചെസ് എന്നും നമുക്ക് പറയാം. സോ എന്തുകൊണ്ട് ആർ വന്നു? ബിക്കോസ് സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട്. അടുത്തതായി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ടെമ്പററി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ്. താൽക്കാലിക സാഹചര്യങ്ങൾ. ജോണിൻ്റെ പാരൻസ് ഒരാഴ്ചത്തേക്കായിട്ട് ഡൽഹി വരെ പോയിട്ടാണുള്ളത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ജോണി വേ ആർ യു സ്റ്റേയിങ് നൗ? സോ നിൻ്റെ പാരൻസ് പോയിട്ടല്ലല്ലേ, നീ ഇപ്പോൾ എവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജോണി പറയുന്നു, ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ദിസ് വീക്ക്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഈ ആഴ്ച താമസിക്കുന്നത്. സോ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. പാരൻസ് വന്നാൽ അവൻ തിരിച്ച് വീട്ടിൽ പോകും. സോ
ടെമ്പററി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ലെറ്റ്സ് ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. ഷീ ഈസ് ടേക്കിംഗ് എ ഫ്രഞ്ച് കോഴ്സ് ദിസ് സമ്മർ. അവള് ഈ സമ്മറിൽ ഒരു ഫ്രഞ്ച് കോഴ്സ് എടുക്കുന്നുണ്ട്, ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മർ കഴിഞ്ഞാൽ ആ കോഴ്സ് എൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഹി ഈസ് വർക്കിംഗ് ആസ് എ വെയിറ്റർ അൻറ്റിൽ ഹി ഫൈൻഡ്സ് എ ജോബ് ഇൻ ഹിസ് ഫീൽഡ്. അവന് പറ്റിയ ജോലി കിട്ടിയില്ല, അവൻ പഠിച്ച കോഴ്സിൻ്റെ പണി അവന് കിട്ടിയിട്ടില്ല. സോ ആ ജോലി കിട്ടുന്നവരെ അവൻ താൽക്കാലികമായിട്ട് ഒരു വെയിറ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ടെമ്പററി. വി ആർ റെൻറ്റിങ് എ കാർ ഫോർ അവർ വെക്കേഷൻ. ഞങ്ങൾ വെക്കേഷനിൽ പോയിട്ടാണുള്ളത്. ഇപ്പോൾ ജോണീൻ്റെ പാരൻസ് വെക്കേഷന് പോയിട്ടാണുള്ളത് ഡൽഹിയിൽ. അപ്പോൾ അവിടെ അവർ ഒരു കാർ റെൻറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വെക്കേഷൻ തീരുന്നു അപ്പോൾ കാർ തിരിച്ചു കൊടുക്കും. സോ ടു ടോക്ക് അബൌട്ട് ടെമ്പററി സിറ്റുവേഷൻസ് വി യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അടുത്തതായി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് പ്ലാൻഡ് ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ കുറിച്ച് പറയാനാണ്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഭാവി പരിപാടികൾ. ടീച്ചർ ചോദിക്കുന്നു ജോണിനോട്, വാട്ട് ആർ യു ഡൂയിങ് നെക്സ്റ്റ് വീക്കെൻഡ്? ജോണി പറയുന്നു, ഐ ആം ട്രാവലിംഗ് ടു ദുബായ് നെക്സ്റ്റ് വീക്കെൻഡ്. ഒരാൾ ദുബായിലേക്ക് പോകണമെങ്കിൽ ഈ അടുത്ത ആഴ്ച മൂപ്പർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ, ബാഗ്സ് പാക്ക് ചെയ്തിട്ടുണ്ടാവും, ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടാവും. സോ വെൻ എവർ ദർ ഇസ് എ പ്രീ പ്ലാൻഡ് ഫ്യൂച്ചർ ഇവൻറ്റ് വി യൂസ് present continuous. ഇതിന് രണ്ട് റൂൾസ് ഉണ്ട്. ദ സെന്റൻസ് ഷുഡ് മെൻഷൻ ദ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇതിൽ ഒരു സ്പെസിഫിക് ടൈം മെൻഷൻ ചെയ്യണം, എപ്പോഴാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളതെന്ന്. ഇവിടെ നെക്സ്റ്റ് വീക്കെൻഡ് എന്ന് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത വാരാന്ത്യം. സോ ഐ ആം ട്രാവലിംഗ് ടു ദുബായ് നെക്സ്റ്റ് വീക്കെൻഡ്. സോ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് ഫ്യൂച്ചറിൻ്റെ കാര്യം പറയണം. പക്ഷേ അവിടെ രണ്ട് റൂൾസ് ആണ് നിർബന്ധം. ഒന്ന്, സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ പറയണം. രണ്ട്, ദർ ഷുഡ് ബി എ പെർഫെക്റ്റ് പ്ലാൻ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം, നേരത്തെ ചിന്തിച്ചിട്ട് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തോന്നിയത് പറയാൻ പറ്റൂല. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഫ്യൂ മോർ എക്സാമ്പിൾസ്. ഷീ ഈസ് ഫ്ലൈങ് ടു പാരീസ് നെക്സ്റ്റ് വീക്ക്. അവൾ പാരീസിലേക്ക് പറക്കുകയാണ് അടുത്ത ആഴ്ച. ഇവിടെ കണ്ടോ, നെക്സ്റ്റ് വീക്ക് ഒരു ടൈം ഇൻ ദ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഷീ ഈസ് ഫ്ലൈങ് എന്ന് പറഞ്ഞത്, ഷീ വിൽ ബി ഫ്ലൈങ് എന്ന് പറയാത്തത്. ഐ ആം സീയിങ് ദ ഡെൻറ്റിസ്റ്റ് ഓൺ ഫ്രൈഡേ. നേരത്തെ ഡെൻറ്റിസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ദേ ആർ ഹാവിങ് എ പാർട്ടി ദിസ് വീക്കെൻഡ്. സോ നേരത്തെ കൂട്ടിയിട്ട് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാവും. ഹീ ഈസ് സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് ഇൻ ജൂൺ. നേരത്തെ മൂപ്പര് ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുത്ത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ അതുപോലെ പെർഫെക്റ്റ് പ്ലാനും പിന്നെ ഒരു സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചറും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ ബെസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സോ ഇതുപോലത്തെ കാര്യം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ വീഡിയോയിലും എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചായിരുന്നു. യു ക്യാൻ ചെക്ക് ദാറ്റ് ആൾസോ. അടുത്തതായി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് അനോയിങ് ഹാബിറ്റ്സ് ഓഫ് തിങ്സ് റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അറൗണ്ട് ദ പ്രസൻറ്റ് ടൈം. ഇതിനെക്കുറിച്ച് പറയാനാണ്. എന്താണിത്? ലെറ്റ്സ് ലുക്ക് അറ്റ് എക്സാമ്പിൾ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ജോണീസ് കസിൻ കെയിം ടു ഇന്ത്യ ഇൻ ജൂലൈ ഡ്യൂറിങ് ഹിസ് സ്കൂൾ വെക്കേഷൻ. ഗൾഫിലത്തെ കുട്ടികൾക്കൊക്കെ, NRI കുട്ടികൾക്കൊക്കെ ലീവ് ഉണ്ടാവുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ ഇവിടെ മഴക്കാലമാണ്. സോ ജോണീൻ്റെ കസിന് ഭയങ്കര വിഷമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ജോണി ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്, വൈ ആർ യു സാഡ്? നീ എന്താണ് ബേജാറായിട്ട് നിൽക്കുന്നത്? അപ്പോൾ കസിൻ പറഞ്ഞു, ഇറ്റ്സ് ഓൾവേസ് റെയിനിങ് ഹിയർ ഇൻ ജൂലൈ. ഇവിടെ എപ്പോഴും ജൂലൈയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എവിടെയും പുറത്ത് പോകാൻ കഴിയുന്നില്ല. സോ ഇത് ഭയങ്കര ഒരു അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതുപോലത്തെ നമ്മൾ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് ഹർ ജോബ്. അവൾ എപ്പോഴും അവളെ ജോലിയെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനോയ് ചെയ്യുന്നുണ്ടാവും. സോ ഹീ ഈസ് കോൺസ്റ്റൻ്റ്ലി ഇൻട്രപ്റ്റിംഗ് മീ വെൻ ഐ സ്പീക്ക്. അവൻ എന്നെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ, ഇത് എന്നെ അനോയ് ചെയ്യുന്നുണ്ട്. സോ അനോയിങ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. റിപ്പീറ്റഡ്ലി ഹാപ്പനിങ് അറൗണ്ട് ദ പ്രസൻറ്റ് ടൈം. ഈ പ്രസൻറ്റ് ടൈമിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഹീ ഈസ് ഓൾവേസ് ഫോർഗെറ്റിംഗ് ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ദേ ആർ റിപ്പീറ്റഡ്ലി ഷോയിങ് അപ്പ് ലേറ്റ് ഓർ ടു മീറ്റിംഗ്സ്. ഇതൊക്കെ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കീഴിൽ വരുന്നതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ആക്ഷൻസ് ഹാപ്പനിങ് നൗ. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഫോർ എക്സാമ്പിൾ, ജോണി ഈസ് വാക്കിംഗ് ടു സ്കൂൾ. അതായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. പക്ഷേ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്, അറൗണ്ട് നൗ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ജോണി സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ ഒരാഴ്ച എടുത്തു, 2 ആഴ്ച എടുത്തു, 3 ആഴ്ച എടുത്തു, 4ാമത്തെ ആഴ്ച എടുത്തു. ഇതൊരു ഷോർട്ട് പീരിയഡിൽ നടക്കുന്ന സംഭവമല്ല. ഇതൊരു മാസത്തെ കാലയളവിൽ അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവങ്ങൾക്കും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ജോണി ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്. കുറച്ച്
ടൈം എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, പക്ഷെ അത് കണ്ടിന്യൂസ് ആയി ചെയ്യണം. മൂപ്പരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഈസ് ലേണിംഗ് ടു റൈഡ് എ ബൈക്ക്. അതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. ഓക്കെ, ഇത് മെറിൻ ആണ്, ജോണീൻ്റെ സിസ്റ്റർ ആണ്. സോ മൂപ്പര് നീറ്റ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മാസം എടുത്തു, 2 മാസം എടുത്തു, 3 മാസം എടുത്തു, 4 മാസം എടുത്തു, ഒരു നീണ്ട കാലയളവ്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് പറയും. മെറിൻ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ നീറ്റ് എക്സാംസ്. So my dear friends, in today's episode we are going to talk about actions happening in the past. മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ. സോ ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് verb പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, I was going home yesterday. ഇന്നലെ ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. He was going home yesterday. They were going home yesterday. You can see that the auxiliaries are changing according to the subject. സോ ആദ്യമായിട്ട് ക്ലാസ്സിൽ ടീച്ചർ പറയാണ്, ജോണി, ഇന്നലെ നീ വീട്ടിലെത്തിയപ്പോൾ നിന്റെ അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? സോ ജോണി പറയുന്നു, മൈ മദർ വാസ് കുക്കിംഗ് വെൻ ഐ റീച്ച്ഡ് ഹോം. സോ മൈ മദർ വാസ് കുക്കിംഗ് എന്നാണ് പറഞ്ഞത്. മൈ മദർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറിയാണ് വാസ്, പിന്നെ verb പ്ലസ് ing. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ 2 ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ലോങ് ആക്ഷൻ, കുക്കിംഗ് ഒരു ലോങ് ആക്ഷനാണ്. വീട്ടിലെത്തൽ, കഥക് തുറന്ന് വീട്ടിലെത്തൽ ചെറിയൊരു ആക്ഷനാണ്. ഓക്കെ, വീടിൻ്റെ അകത്ത് കയറൽ ചെറിയൊരു ആക്ഷനാണ്. സോ ലോങ് ആക്ഷന് നമ്മൾ ഓക്സിലറി പ്ലസ് verb പ്ലസ് ing ഉപയോഗിക്കുകയും ഷോർട്ട് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, let's look into more examples. ജോണീൻ്റെ ഫാദർ വീട്ടിലെത്തിയപ്പോൾ ജോണീൻ്റെ മദർ ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഫോൺ എടുത്തിട്ടില്ല മൂപ്പര്. അപ്പോൾ ജോണീൻ്റെ ഫാദർ പറഞ്ഞു, I was driving when you called me. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഓക്കെ, സോ I was driving. അതിന് ശേഷം was എന്ന ഓക്സിലറിയാണ് വേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിൽ, പിന്നെ ഡ്രൈവ് പ്ലസ് ing. സോ ഇവിടുത്തെ ലോങ് ആക്ഷൻ ഡ്രൈവിംഗ് ആണ്, കോളിങ് ഒരു ഷോർട്ട് ആക്ഷൻ ആണ്. അപ്പോൾ ഷോർട്ട് ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം. ഓക്കെ, അടുത്തതായി ജോണീൻ്റെ മദർ ചോദിക്കുന്നു, നിങ്ങൾ ഓഫീസിൽ എത്തിയപ്പോൾ നിങ്ങളുടെ മാനേജർ എന്ത് ചെയ്യുകയായിരുന്നു? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? അപ്പോൾ ജോണിയുടെ ഫാദർ പറയുന്നു, മൈ മാനേജർ വാസ് ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഐ റീച്ച്ഡ് മൈ ഓഫീസ്. ഞാൻ ഓഫീസിൽ എത്തിയപ്പോൾ മാനേജർ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. സോ ഇവിടുത്തെ ലോങ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലേ ഈറ്റിംഗ് ആണ്. അദ്ദേഹം വീട്ടിലെത്തൽ ഓഫീസിലെത്തൽ ഷോർട്ട് ആക്ഷൻ ആണ്. അപ്പോൾ ഷോർട്ട് ആക്ഷന് നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് ഇട്ടു. ലോങ് ആക്ഷന് പാസ്റ്റ് കണ്ടിന്യൂസിലും. ഓക്കെ, ജോണി സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ ജോണീൻ്റെ മദർ ചോദിച്ചു, സ്കൂളിൽ ബെൽ അടിച്ചപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു? അവനിന്ന് ലേറ്റ് ആയിട്ടുണ്ടാവും, ടീച്ചർ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ്സിലെത്താൻ. സോ ജോണി പറയുന്നു, വൈൽ ഐ വാസ് റണ്ണിങ് ടു ദ ക്ലാസ് ദ സ്കൂൾ ബെൽ റാങ്. ഞാൻ ക്ലാസ്സിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ ബെൽ അടിച്ചു. ഓക്കെ, സോ അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബെല്ലടിച്ചത്. സോ അവൻ്റെ തെറ്റല്ല, അവൻ എത്താൻ പോകുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വൈലാണ്. വൈൽ ഐ വാസ് റണ്ണിങ് ടു ദ ക്ലാസ് ദ സ്കൂൾ ബെൽ റാങ്. ഓക്കെ, അത് ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അടുത്തതായി മൈ ഫ്രണ്ട്സ്, തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് while creating sentences in past continuous. ഓക്കെ, ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ 2 ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഷോർട്ട് ആക്ഷനും ഒരു ലോങ് ആക്ഷനും. ഓക്കെ, ഷോർട്ട് ആക്ഷനും ലോങ് ആക്ഷനും ഉണ്ടാകുമ്പോൾ ആ വേളകളിൽ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോങ് ആക്ഷനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്സിലറി പ്ലസ് verb പ്ലസ് ing വെച്ചിട്ടും ഷോർട്ട് ആക്ഷന് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിലും ഉപയോഗിക്കണം. ഓക്കെ, my mother was cooking when I reached home. I was driving when you called me. My manager was eating breakfast when I reached my office. While I was running to the class, the school bell rang. കണ്ടോ, ഇവിടെ ലോങ് ആക്ഷനെ മൊത്തം നമ്മൾ verb പ്ലസ് ing ഷോർട്ട് ആക്ഷനെ മൊത്തം നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ഇടും. ഓക്കെ, ഇതൊക്കെ കമ്പാരറ്റീവ് ആണ്. നമുക്കറിയാം, ഒരു സംഭവം കേട്ടാൽ നമുക്കറിയാം ഏതാണ് ഷോർട്ട് ഏതാണ് ലോങ്, നമുക്കറിയാമല്ലോ. ഇറ്റ്സ് കോമൺ സെൻസ്. രണ്ടും ലോങ് ആക്ഷൻ വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. We will discuss about that in just a bit.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് വെന്ന് വരുന്നത്, എവിടെയാണ് വൈൽ വരുന്നത്? ഓക്കെ, വെന്ന് വരുന്നത് എവിടെയാണ്? ഐ വാസ് ഡ്രൈവിംഗ് വെൻ യു കോൾഡ് മീ. ആ സിമ്പിൾ പാസ്റ്റ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ആക്ഷൻ ഇല്ലേ, അതിൻ്റെ മുമ്പിലാണ് വെന്ന് വന്നിട്ടുള്ളത്. അതേ സെൻറ്റൻസിൽ വൈൽ കൊടുത്താൽ എവിടെ വരും? വൈൽ ഐ വാസ് ഡ്രൈവിംഗ് യു കോൾഡ് മീ. ലുക്ക് അറ്റ് ഇറ്റ് വെരി കെയർഫുള്ളി. അപ്പോൾ ING ഫോമിൻ്റെ മുമ്പിലാണ് വൈൽ വന്നിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ആയ ഷോർട്ട് ആക്ഷൻ്റെ മുമ്പിലാണ് വെൻ വന്നിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്തതായി ഫാദർ, ജോണീൻ്റെ ഫാദർ മദറിനോട് ചോദിക്കുന്നു, നീ ഉറങ്ങുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ജോണീൻ്റെ മദർ പറയുന്നു, while I was sleeping the children were playing. Children were playing. Children പ്ലൂറൽ ആണ്. ഓക്കെ, ചൈൽഡിൻ്റെ പ്ലൂറൽ ആണ് ചിൽഡ്രൻ, അതുകൊണ്ടാണ് അവിടെ വെയർ വന്നത്. ഇവിടെ രണ്ടും ലോങ് ആക്ഷൻ ആണ്, ഇവിടെ ഷോർട്ട് ആക്ഷൻ ഇല്ല. while I was sleeping the children were playing. ഞാൻ ഉറങ്ങുമ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. ഓക്കെ, സോ യു ക്യാൻ ഹാവ് 2 ലോങ് ആക്ഷൻസ് ഓൾസോ. അടുത്തതായി ജോണിൻ്റെ മദർ ഫാദറിനോട് ചോദിക്കുകയാണ്, നീ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ സഹപ്രവർത്തകർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ജോണിൻ്റെ ഫാദർ പറയുന്നു, while I was having lunch my colleagues were working. ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവിടെ രണ്ടും ലോങ് ആക്ഷൻ ആണ്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. So my dear friends, in today's episode we will be talking about continuing action during a period of time in the future. ഭാവിയിൽ ഒരു നടന്നുകൊണ്ടിരിക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പറയാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ഫോർമുലയാണിത്, സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING. ഓക്കെ, സോ അതുകൂടാതെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് നമുക്കൊരു ഉപകാരം കൂടിയുണ്ട്, ടു മേക്ക് ഗെസ്സസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആക്ഷൻസ്, ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഊഹിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു 1 or 2 എക്സാമ്പിൾസ് ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. സോ ആദ്യമായിട്ട് ജോണിയുടെ മദർ ഫാദറിനോട് ചോദിക്കുന്നു, നാളെ 2ാം ശനിയാഴ്ചയാണ്, നിങ്ങൾക്ക് നാളെ ജോലി ഉണ്ടോ? സോ ജോണിയുടെ ഫാദർ പറയുന്നു, ഐ വിൽ ബി വർക്കിംഗ് ഫ്രം 9 to 1 tomorrow. ഞാൻ നാളെ 9 മുതൽ 1 മണി വരെ ജോലി ചെയ്യുകയായിരിക്കും. സോ ഇത് ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ. അപ്പോൾ അയാൾ 9 മുതൽ 1 മണി വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും, അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ നമ്മൾ will plus be plus work plus ING എന്ന് നമ്മൾ ഉപയോഗിക്കണം. I will be working from 9 to 1 tomorrow. ഓക്കെ, അടുത്തതായിട്ട് ക്ലാസ് ടീച്ചർ ജോണിയോട് ചോദിക്കുന്നു, ജോണി നാളെ ഞായറാഴ്ച 4 മണിക്ക് നീ എന്ത് ചെയ്യുകയായിരിക്കും? സോ ജോണി പറയുന്നു, I will be playing football at 4 o'clock tomorrow. I will be playing football at 4 o'clock tomorrow. നാളെ 4 മണിക്ക് ഞാൻ ഫുട്ബോൾ കളിക്കുകയായിരിക്കും. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്ലി ഒരു എക്സാക്ട് ടൈം നമുക്ക് പറയാം. there is no problem with that. at 4 o'clock at 3 o'clock എന്നൊക്കെ പറയാം. സോ ആ ടൈമിൽ അറൗണ്ട് ദാറ്റ് ടൈം മൂപ്പരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയും ഫുട്ബോൾ, ഞായറാഴ്ച അല്ലേ, കുട്ടികളല്ലേ. നമുക്കിനി മേക്ക് ഗെസ്സസ് അബൌട്ട് ദ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ജോണി മദറിനോട് ചോദിക്കുന്നു, ഞാൻ നാളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിച്ചോട്ടെ? അപ്പോൾ ജോണീൻ്റെ മദർ പറയുന്നു, നോ ഡോണ്ട് ഗോ. പോകരുത് മകനെ, ഇറ്റ് വിൽ പ്രോബബ്ലി ബി റെയിനിങ് ടുമാറോ. നാളെ മഴ പെയ്യുന്നുണ്ടാകും, അതുകൊണ്ട് നീ പോകരുത്. സോ ഇതൊരു ഗെസ്സാണ് അല്ലേ, ഷീ ഈസ് ഗെസ്സിങ്, there is no way that she can know it for a fact. സോ അപ്പോൾ ഇങ്ങനത്തെ ഗെസ്സസ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള 6 സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മച്ച് മോർ ഡീറ്റെയിൽ അബൌട്ട് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം. So let's discuss the first point, to indicate completed activity in the immediate past. നമുക്കൊരു സിറ്റുവേഷൻ തിങ്ക് ചെയ്യാം. ജോണീസ് ഫാദർ സ്റ്റാർട്ടഡ് എ ന്യൂ ട്രാവൽ ഏജൻസി ടുഡേ. ജോണീൻ്റെ ഫാദർ ഇന്ന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങി. സോ ഹീസ് കോളിംഗ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ലെറ്റിംഗ് ദം നോ. അപ്പോൾ അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് പറയാണ്, ഗൈസ് എൻ്റെ ഫാദർ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോൾ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ അപ്പോൾ തന്നെ 9 o'clock ഇനോഗ്രേഷൻ നടന്നാൽ 9:30 ആകുമ്പോൾ മുപ്പര് വിളിച്ച് പറഞ്ഞിട്ടായി, ഗൈസ് യു നോ വാട്ട്, മൈ ഫാദർ ഹാസ് സ്റ്റാർട്ടഡ് എ ന്യൂ ട്രാവൽ ഏജൻസി. അപ്പോൾ നിങ്ങളെല്ലാവരും ടിക്കറ്റ് തന്നെ എടുക്കണം.
My father has started a new travel agency. Okay, so has വരുന്നത് എന്തുകൊണ്ടാണ്? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരട്ടെ. ഓക്കെ, സോ ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. എന്താണ് അതിൻ്റെ ഫോർമുല? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഓക്കെ മൈ ഫ്രണ്ട്സ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫർദർ. ഇവിടെ എന്താണ് പറയുന്നത്? ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഓക്കെ, ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ കംപ്ലീറ്റ് ആയ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയാനാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അഥവാ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കൂ. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് പ്രസന്റ് ടൈം 10 മണി മോർണിംഗ് ആണ്. ഓക്കെ, ടീച്ചർ ജോണിനോട് ചോദിക്കുന്നു, നീ പ്രാതൽ കഴിച്ചോ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇപ്പോൾ ജോണി പറയുന്നു, യെസ് ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ജോണി പറയുന്നത് ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്, അതെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ജോണി എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ 10 മണിക്ക് ടീച്ചർ ചോദിക്കുമ്പോൾ ഇതൊരു ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്, ശരിയല്ലേ? 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ടീച്ചർ 10 മണിക്ക് ചോദിച്ചു, അപ്പോൾ 10 മണിക്ക് ജോണി പറഞ്ഞു യെസ് ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്താണ്? ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. റൈറ്റ് സൈഡ് തന്നെ നോക്കൂ. രാത്രി ജോണിൻ്റെ ഫാദർ വീട്ടിലേക്ക് വന്നു. ഓക്കെ, ജോണിൻ്റെ ഫാദർ വീട്ടിലേക്ക് വന്നിട്ടാകുമ്പോൾ ജോണിൻ്റെ ഫാദർ രാത്രി 10:15 ചോദിച്ചു, നീ പ്രാതൽ കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചിരുന്നോ? അപ്പോൾ ജോണി പറഞ്ഞു യെസ് ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അതെ ഞാൻ പ്രാതൽ കഴിച്ചു. This is not immediate past, so the sentence should be in the past tense, simple past tense. അപ്പോൾ രാവിലെ 9 മണിക്ക് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് രാത്രി 10:15 ഇമ്മീഡിയറ്റ് പാസ്റ്റ് അല്ല. അപ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ഉണ്ടാക്കും. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റും, നമ്മൾ ഫാർ പാസ്റ്റ് ആണെങ്കിൽ, കുറേ ദൂരമുള്ള പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. ഓക്കെ, ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ ഇപ്പോൾ എൻ്റെ ഹോംവർക്ക് തീർത്തതേ ഉള്ളൂ. സോ ഇത് എന്താണ്? ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. ഷീ ഹാസ് റീസെൻ്റ്ലി അറൈവ്ഡ് അറ്റ് ദി എയർപോർട്ട്. അവൾ റീസെൻ്റ് ആയിട്ട് എയർപോർട്ടിലെത്തിയതാണ്. ദേ ഹാവ് ജസ്റ്റ് അനൗൺസ് ദ വിന്നർ ഓഫ് ദ കോൺടെസ്റ്റ്. കോൺടെസ്റ്റിൻ്റെ വിന്നർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. വി ഹാവ് ഓൾറെഡി ഈറ്റൻ ഡിന്നർ. സോ യു ക്യാൻ റീഡ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. സോ ഇതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. Let's look at the second point, my dear friends, to describe past events with more relevance in the present. Okay, this is a tricky one, so you have to pay much more attention. So ആദ്യത്തെ 2 സംഭവം നടക്കുന്നുള്ളത് പാസ്റ്റിലാട്ടോ. ഓക്കെ, സോ ജോണിൻ്റെ ഫാദർ കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ചാവി വഴിയിൽ വെച്ച് കളഞ്ഞുപോയി, താഴെ വീണു. ആൻഡ് ഹി ഡിഡ്ന്റ് നോ. കാറിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോൾ കാറ് തുറക്കാൻ പറ്റിയില്ല. അതാണ് പ്രസന്റ് ടൈം. ഓക്കെ, മൂപ്പർ ഇപ്പോൾ കാറിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണ്. he can't open it because why? He has lost his keys. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് പ്രസന്റ് പെർഫെക്റ്റിലാണ് ഉണ്ടാക്കുക. ജോണീസ് ഫാദർ ഹാസ് ലോസ്റ്റ് ഹിസ് കീസ്. എന്തുകൊണ്ടാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റിൽ ഉണ്ടാക്കുക? ജോണീസ് ഫാദർ പ്ലസ് ഹാസ് ഓർ ഹാവ്. ഇവിടെ ഹാസ് വന്ന കാരണം ജോണീൻ്റെ ഫാദർ സിംഗുലർ ആണ്. ജോണീസ് ഫാദർ പ്ലസ് ഹാസ് പ്ലസ് V3, അതാണ് ലോസ്റ്റ് ഹിസ് കീസ്. ഇത് പ്രസന്റ് പെർഫെക്റ്റിൽ ഉണ്ടാക്കാൻ കാരണം മൂപ്പര ചാവി കളഞ്ഞു പോയ സമയത്തിനാട്ടിയും കൂടുതൽ പ്രസക്തി അല്ലെങ്കിൽ റെലവൻസ് ഈ പ്രസന്റ് ടൈമിലാണ്. മൂപ്പർ കാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ്. കാരണം മൂപ്പർക്ക് തുറക്കാൻ കഴിയുന്നില്ല. സോ ഒരു സംഭവം നടന്നു പാസ്റ്റിൽ, അതിനാട്ടിയും കൂടുതൽ പ്രസക്തി നിങ്ങൾക്ക് ഈ പ്രസന്റ് ടൈമിലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പ്രസന്റ് പെർഫെക്റ്റ് വെച്ച് ഉണ്ടാക്കണം. ലെറ്റ്സ് ലുക്ക് അറ്റ് one example more. ഇവിടെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, പക്ഷെ നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. ഷീ ഹാസ് ഏൺഡ് ഹെർ സർട്ടിഫിക്കേഷൻ മേക്കിംഗ് ഹെർ എലിജിബിൾ ഫോർ ദ പ്രൊമോഷൻ. അവൾ ഒരു സർട്ടിഫിക്കേഷൻ ഏൺ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഷീ ഈസ് എലിജിബിൾ ഫോർ പ്രൊമോഷൻ. അതുകൊണ്ട് അവൾക്ക് പ്രൊമോഷൻ കൊടുക്കാമെന്നാണ് മാനേജേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. സോ പാസ്റ്റിലാണ് അവൾക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതിനാട്ടിയും കൂടുതൽ പ്രസക്തി ഈ പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്താണ് ഉള്ളത്, അല്ലെങ്കിൽ റെലവൻസ് ഇപ്പോഴാണുള്ളത്. സോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഓക്കെ, സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു തിങ്ക് അബൌട്ട്. ഇത് കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ തേർഡ് പോയിന്റ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ടു ടോക്ക് അബൌട്ട് ഫിനിഷ്ഡ് ആൻഡ് അൺഫിനിഷ്ഡ് ടൈം. ആദ്യം നമുക്ക് അൺഫിനിഷ്ഡ് ടൈം നോക്കാം.
എൻ്റെ അമ്മ ഈ ആഴ്ച 2 തവണ ബിരിയാണി പാചകം ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, മൈ മദർ ഹാസ് കുക്ക്ഡ് ബിരിയാണി ട്വൈസ് ദിസ് വീക്ക്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? മൈ മദർ സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് ഹാസ് പ്ലസ് V3 ഫോം കുക്ക്ഡ് ബിരിയാണി ട്വൈസ് ദിസ് വീക്ക്. ഇതെന്തുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ വന്നത്? കാരണം അവിടെ ദിസ് വീക്ക് ഉണ്ട്. ദിസ് വീക്ക് ഇന്ന് വെനസ്ഡേ ആണെന്ന് വിചാരിച്ചോ, ഇനി ടൈം ദിസ് വീക്കിലേനും ബാക്കിയുണ്ട്. ടുഡേ ഇത് 4 മണിയാണെന്ന് വിചാരിച്ചോ, ഇനി 12 മണി വരെ ടുഡേയിൽ സമയം ബാക്കിയുണ്ട്. ദിസ് ഇയർ ഇത് ജൂൺ ആണെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഡിസംബർ വരെ സമയം ബാക്കിയുണ്ട്. ദിസ് മന്ത് ഇത് ഒരു 10-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി വരെ ഈ മാസത്തിൽ സമയം ബാക്കിയുണ്ട്. സോ ഇതൊക്കെ അൺഫിനിഷ്ഡ് ടൈമാണ്. സോ ഇൻ അൺഫിനിഷ്ഡ് ടൈം, ഇഫ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് സംതിങ് ഇൻ അൺഫിനിഷ്ഡ് ടൈം, യു യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അടുത്തതായി നമുക്ക് ഫിനിഷ് ടൈം നോക്കാം. കഴിഞ്ഞ ആഴ്ച 2 തവണ അമ്മ ബിരിയാണി പാചകം ചെയ്തു. മൈ മദർ കുക്ക്ഡ് ബിരിയാണി ട്വൈസ് ലാസ്റ്റ് വീക്ക്. ഇവിടെ നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് V2 ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിലേന് സമയം ബാക്കിയില്ല. യെസ്റ്റർഡേ 12 മണി ആയതോടുകൂടി യെസ്റ്റർഡേ അവസാനിച്ചു. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്. സോ ഫിനിഷ്ഡ് ടൈം ആകുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റും അൺഫിനിഷ്ഡ് ടൈം ആകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റുമാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റ് ആക്ഷൻ വെൻ ടൈം ഈസ് അൺനോൺ. ഓക്കെ, എന്താണ് ഇതിലൂടെ പറയുന്നുള്ളത്? ജോണി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് മാർഷൽ ആർട്സ് ട്രെയിനിങ്. ജോണി ആയോധന കല പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ജോണി ഹാസ് അറ്റൻഡഡ് ലാംഗ്വേജ് ട്രെയിനിങ് ബിഫോർ. ജോണി ഇതിനു മുമ്പ് ഭാഷാ പരിശീലനം പങ്കെടുത്തിട്ടുണ്ട്. ജോണി ഹാസ് പാസ്ഡ് ദ ഇൻ്റർവ്യൂ. ജോണി ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും എപ്പോഴാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നില്ല. അതാണ് ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റ് ആക്ഷൻ വെൻ ടൈം ഈസ് അൺനോൺ. ടൈം പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ഇൻ മച്ച് മോർ ഡീറ്റെയിൽ ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റ് ആക്ഷൻ വെൻ ടൈം ഈസ് അൺനോൺ. ആദ്യം ടൈം അൺനോൺ ആയ സമയത്ത് നമുക്ക് നോക്കാം. റൈറ്റ്, വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് വിസിറ്റഡ് പാരീസ്. ഓക്കെ, എപ്പോഴാണെന്ന് പറയുന്നില്ല. പക്ഷേ റൈറ്റ് സൈഡ് നോക്കും, ഐ വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് സമ്മർ. അവിടെ നമ്മൾ ലാസ്റ്റ് സമ്മർ, കഴിഞ്ഞ സമ്മർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. ഷീ ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക് അറ്റ് 7 PM. കാരണം 7 മണിക്ക് അവൾ ചെയ്തു. ഹി ഹാസ് റെഡ് ദ ബുക്ക്. അവൻ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഹി ഹാസ് റെഡ് ദ ബുക്ക് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ ആഴ്ച അവൻ പുസ്തകം വായിച്ചിട്ടുണ്ട്. She has eaten sushi. Sushi is a Japanese dish. She ate sushi last night. So ലെഫ്റ്റ് സൈഡിലുള്ള കാര്യത്തിൽ മൊത്തം ടൈം ഫ്രെയിം പറയുന്നില്ല, റൈറ്റ് സൈഡിൽ ടൈം ഫ്രെയിം പറയുന്നുണ്ട്. അതും ഫിനിഷ്ഡ് ടൈമാണ് പറയുന്നുള്ളത്. ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് എന്താണ് മൈ ഫ്രണ്ട്സ്? ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ്. For example, I have visited Paris. She has lived in 3 different countries. He has climbed Mount Everest. She has met many famous actors. They have traveled around Europe. ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. Let's look at the 6th point, my friends. To talk about how much or how many. She has sold half of the fish so far. അവൾ ഇതുവരെ പകുതി മീൻ വിറ്റിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ how much or how many എന്നാണല്ലോ. how much fish, അവൾ പകുതി മീൻ വിറ്റിട്ടുണ്ട്. സോ അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ജോണി ഹാസ് റെഡ് ഹാഫ് ഓഫ് ദ ബുക്ക്. ജോണി പുസ്തകത്തിൻ്റെ പകുതി വായിച്ചിട്ടുണ്ട്. സോ ടു ടോക്ക് അബൌട്ട് ഹൗ മച്ച് ഓർ ഹൗ മെനി നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ ടുഡേസ് എപ്പിസോഡ് ഐ എം ഗോണ ടോക്ക് അബൌട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നുള്ളത്. നമ്മൾക്കിത് എക്സാമ്പിൾസിൽ കൂടിയിട്ട് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് ത്രൂ എക്സാമ്പിൾസ്. ആദ്യമായിട്ട് ഫസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ ജോണി സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂൾ ബെൽ അടിക്കുന്നത് 10 മണിക്കാണ്. പക്ഷേ നമ്മുടെ ജോണിക്കുട്ടൻ പതിയെ നടന്നെത്തിയത് 10:15 അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഫസ്റ്റ് 10 മണിക്ക് സ്കൂൾ ബെൽ അടിച്ചു. രണ്ടാമത് 10:15 ജോണി സ്കൂളിലെത്തിയത്. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ ബെല്ലടിക്കൽ, ബെൽ റാങ്. സെക്കൻഡ് ആക്ഷൻ ടോണി റീച്ച്ഡ് സ്കൂൾ. ഓക്കെ, കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. അങ്ങനെ ജോണി വീട്ടിലെത്തിയിട്ടാകുമ്പോൾ അമ്മ ചോദിച്ചു, എന്താണ് ഇത്ര ബേജാറായിട്ട്? വൈ ആർ യു സാഡ്? അപ്പോൾ ജോണി പറഞ്ഞു, ഐ നീഡ് എ സൈക്കിൾ.
ഐ ആം ഓൾവേസ് ലേറ്റ്. എനിക്കൊരു സൈക്കിൾ വേണം, ഞാൻ എപ്പോഴും ലേറ്റ് ആണ്. എന്നിട്ട് പറഞ്ഞു ദ ബെൽ ഹാഡ് റങ് ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ സ്കൂൾ. ദ ബെൽ ഹാഡ് റങ് ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ സ്കൂൾ. എന്തുകൊണ്ട് സെൻറ്റൻസ് ഈ രീതിയിൽ ഫോം ചെയ്തു? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഓക്കെ, ഹിയർ ഇസ് എ സെൻറ്റൻസ്. ഇതിൻ്റെ മലയാള അർത്ഥം, ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെൽ അടിച്ചിരുന്നു. ഓക്കെ, സോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ആക്ഷൻ ഏതാണ്? ഫസ്റ്റ് ആക്ഷൻ 10 മണിക്ക് ബെല്ലടിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ആക്ഷനെ നമ്മൾ ഹാഡ് പ്ലസ് V3 കൊടുക്കുക. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ദ ബെല്ല് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3, റിങ്ങിൻ്റെ V3 ഫോം റങ് ആണ്. ഓക്കെ, സെക്കൻഡ് നടന്നൊരു സംഭവത്തെ നമ്മൾ എന്താക്കുക, സബ്ജക്റ്റ് പ്ലസ് V2. അതെന്താണ് സബ്ജക്റ്റ് പ്ലസ് V2? സിമ്പിൾ പാസ്റ്റ് ആണ്, ഐ റീച്ച്ഡ് സ്കൂൾ. സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം നടന്നതിന് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. ദ ബെൽ ഹാഡ് റങ് ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ സ്കൂൾ. രണ്ടാമത് നടന്ന സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പാസ്റ്റ് ഇടും. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് മോർ എക്സാമ്പിൾസ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇവിടെ 7 മണിക്ക്, ഇത് പാസ്റ്റിലാട്ടോ സംഭവിക്കുന്നത് മൊത്തം. 7 മണിക്ക് സിനിമ തുടങ്ങി. പക്ഷേ ട്രാഫിക് എല്ലാം കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിലെത്താൻ ജോണിക്കും ഫാമിലിക്കും 7:30 ആയിരുന്നു. ഓക്കെ, അതും പാസ്റ്റാണ്. സോ എന്താണ് ആദ്യം സംഭവിച്ചത്? മൂവി സ്റ്റാർട്ടഡാണ് ആദ്യം സംഭവിച്ചത്. റീച്ച്ഡ് തിയേറ്റർ ആണ് രണ്ടാമത് സംഭവിച്ചത്. ആര് റീച്ച് തിയേറ്റർ? ജോണിയും ഫാമിലിയും. ഓക്കെ, അങ്ങനെ ജോണിയുടെ ഫ്രണ്ട് ചോദിച്ചു ഹൗ വാസ് ദ മൂവി? പിറ്റേ ദിവസം സ്കൂളിൽ ചോദിച്ചു ഡൂഡ് ഹൗ വാസ് ദ മൂവി? അപ്പോൾ ജോണി വിഷമത്തോടെ പറഞ്ഞു ഡൂഡ് ഐ കുഡ്ന്റ് സീ ദ ബിഗിനിങ്. ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദ ടൈം വി റീച്ച്ഡ് ദ തിയേറ്റർ. ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് ബൈ ദ ടൈം വി റീച്ച്ഡ് ദ തിയേറ്റർ. സോ നമുക്കിതിനൊന്ന് അനലൈസ് ചെയ്താൽ മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം, ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിരുന്നു. സോ ആദ്യം സംഭവിച്ചെന്താണ്? മൂവി തുടങ്ങലാണ് അല്ലേ? അപ്പോൾ മൂവി പ്ലസ് ഹാഡ് പ്ലസ് V3 കൊടുക്കുക. ആദ്യം സംഭവിച്ചതിന് ഹാഡ് പ്ലസ് V3. ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ്, സ്റ്റാർട്ടിൻ്റെ V3 ഫോം സ്റ്റാർട്ടഡ് ആണ്. ബൈ ദ ടൈം വി റീച്ച്ഡ് ദ തിയേറ്റർ. രണ്ടാമത് എന്താണ് നടന്നത്? പാസ്റ്റിൽ അവർ തിയേറ്ററിൽ എത്തിയതാണ്. അപ്പോൾ വി റീച്ച് ദ തിയേറ്റർ, സിമ്പിൾ പാസ്റ്റ്. Isn't it so simple? It is simple. My friends, ജോണിയുടെ അങ്കിളും ആൻറ്റിയും വീണ്ടും ജോണിയെ വിസിറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ജോണിയുടെ ഫാദറോട് അങ്കിൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മികച്ച മാനേജർ ജോലി ലഭിച്ചു? അപ്പോൾ ജോണിയുടെ ഫാദർ പറഞ്ഞു, ഐ ഹാഡ് അറ്റൻഡഡ് മെനി ഇൻ്റർവ്യൂസ് ബിഫോർ ഐ ഗോട്ട് ദിസ് ജോബ്. ഐ ഹാഡ് അറ്റൻഡഡ് മെനി ഇൻ്റർവ്യൂസ് ബിഫോർ ഐ ഗോട്ട് ദിസ് ജോബ്. അങ്ങനെ എളുപ്പമായിട്ട് കിട്ടിയതല്ല. So friends, let's analyze his statement. Okay, he said that I had attended many interviews before I got this job. So മൂപ്പര് ആദ്യം ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം, അതിനുശേഷമാണ് ഇരിക്കണം മൂപ്പർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് നോക്കാം ആദ്യം. ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ നിരവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ ആദ്യം എന്താണ് സംഭവിച്ചത്? മൂപ്പര് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാഡ് അറ്റൻഡഡ് മെനി ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആദ്യം നടന്ന സംഭവത്തിനാണ് ഹാഡ് പ്ലസ് V3 നമ്മൾ കൊടുക്കുന്നുള്ളത്. രണ്ടാമത് നടന്ന സംഭവിച്ചത് എന്താണ്? ജോലി കിട്ടുക അല്ലേ? മൂപ്പർക്ക് ജോലി കിട്ടിയത് രണ്ടാമതാണ് നടന്നത്. സോ അതിന് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് V2 സിമ്പിൾ പാസ്റ്റിൽ ഉൾപ്പെടുത്തി. ഗൈസ്, ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്. ഫുട്ബോൾ മാച്ച് തുടങ്ങിയത് 3 മണിക്കാണ്. പക്ഷേ എപ്പോഴത്തെയും പോലെ ജോണി ലേറ്റായിട്ടാണ് എത്തിയത്. എനിക്കത് ഉറപ്പാണ്. ജോണി 3:45 3:45 മാച്ച് കാണാൻ എത്തിയത്. ഓക്കെ, സോ നമ്മൾ അനലൈസ് ചെയ്യുക. ആദ്യം എന്താണ് സംഭവിച്ചത്? ആദ്യം മാച്ച് സ്റ്റാർട്ടായി. ഓക്കെ, രണ്ടാമതാണ് ജോണി 45 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് ജോണി എന്താക്കിയത്? സ്റ്റേഡിയത്തിൽ എത്തിയത്. ഓക്കെ, സോ ജോണിൻ്റെ ഫ്രണ്ട് ജോണിനോട് ചോദിച്ചു, ഡിഡ് യു സീ ദ ഫസ്റ്റ് ഗോൾ? നീ ആദ്യത്തെ ഗോൾ കണ്ടോ? അപ്പോൾ ജോണി പറഞ്ഞു, there was a lot of traffic block. ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. The match had started by the time I reached the stadium. The match had started by the time I reached the stadium. So എന്താണ് സംഭവിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും മത്സരം തുടങ്ങിയിരുന്നു. സോ
ഫസ്റ്റ് ആക്ഷൻ എന്താണ്? മാച്ച് തുടങ്ങലാണ്. അപ്പോൾ അതിന് നമ്മൾ പിടിച്ചിട്ട് ഹാഡ് പ്ലസ് v3 ഇടാം. ഓക്കെ, മാച്ച് ഹാഡ് സ്റ്റാർട്ടഡ്, ഹാഡ് പ്ലസ് v3 സ്റ്റാർട്ടഡ്. ഓക്കെ, ബൈ ദ ടൈം ഐ റീച്ച് ദ സ്റ്റേഡിയം. രണ്ടാമത് നടക്കുന്ന സംഭവം എന്താണ്? ജോണി പതുക്കെ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലെത്തലാണ്. അതിന് നമ്മൾക്ക് എന്താക്കണം? സിമ്പിൾ പാസ്റ്റ് ഇടണം അല്ലെ? ഐ റീച്ച്ഡ്, v2 ഫോം ആണ്, സബ്ജക്ട് പ്ലസ് v2, ദ സ്റ്റേഡിയം. Isn't it so easy? It is very easy. See my friends, ഇത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ്. ജോണിയുടെ മദർ ജോണിയോട് ചോദിച്ചു, നീ ഗ്രഹപാഠം ചെയ്തുവോ? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്? ഹോംവർക്ക് ആണ് ഗ്രഹപാഠം. അപ്പോൾ ജോണി പറയുന്നു, I had done my homework before I went out to play. I had done my homework before I went out to play. Let's analyze this. Okay, നമുക്ക് ഈ സെന്റൻസ് ഒന്ന് അനലൈസ് ചെയ്തോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്? ആദ്യം മൂപ്പര് ഹോംവർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷമാണ് മൂപ്പര് കളിക്കാൻ പോയത്. സോ ഫസ്റ്റ് ഹോംവർക്ക്, അതിനുശേഷം പ്ലേ. I had done my homework before I went out to play. So let's analyze it in a different way. So ഇതിൻ്റെ മലയാളം, കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഗ്രഹപാഠം ചെയ്തിരുന്നു. സോ ആദ്യം നടന്ന സംഭവം എന്താണ്? ഗ്രഹപാഠം ചെയ്യൽ. സോ അതിന് നമ്മൾ ഹാഡ് പ്ലസ് v3 ഇട്ടു, ഹാഡ് ഡൺ ഇട്ടു. രണ്ടാമത് നടന്ന സംഭവം എന്താണ്? വെൻറ്റ് ഔട്ട് ടു പ്ലേ, കളിക്കാൻ പോകൽ. അതിന് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് v2 ചെയ്തു അല്ലേ? So I had done my homework before I went out to play. In today's episode, we are going to talk about future perfect tense. Future perfect tense മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിനാരിയോ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ജോണിയും ജോണീൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു സൈക്കിൾ റേസിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ ജോണി പറയുന്നു, നീ എത്തുന്നതിനാട്ടി മുമ്പ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും, ഞാൻ ആദ്യം എത്തും, എനിക്ക് ഫസ്റ്റ് അടിക്കും, അതിനുശേഷമാണ് നീ എത്തുക. സോ ജോണി എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഈ സെൻറ്റൻസ് പറയുക? ഐ വിൽ ഹാവ് റീച്ച്ഡ് ദെയർ ബിഫോർ യു റീച്ച്. ലെറ്റ്സ് അനലൈസ് ദ സെൻറ്റൻസ്. ഓക്കെ, ഐ വിൽ ഹാവ് റീച്ച്ഡ് ദെയർ ബിഫോർ യു റീച്ച്. നീ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടാകും. സോ ഇവിടെ ജോണി പറയുന്നത് ഫ്യൂച്ചറിലുള്ള രണ്ട് പോസിബിലിറ്റി, രണ്ട് ആക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഒന്നെന്താണ്? ആദ്യം ജോണി എത്തുക, അതിനുശേഷമാണ് ജോണീൻ്റെ ഫ്രണ്ട് എത്തുന്നത്. നമ്മൾ ഇതുപോലത്തെ സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണോ ഫ്യൂച്ചറിൽ നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഭവത്തെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് v3 എന്ന് ഫോർമുല വെച്ച് കൺസ്ട്രക്ട് ചെയ്യണം. രണ്ടാമത് എന്ത് നടക്കും? ജോണീൻ്റെ ഫ്രണ്ട് രണ്ടാമത് എത്തുന്നുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ സിനാരിയോ. ജോണിയും ജോണീൻ്റെ പാരൻസും കൂടിയിട്ട് ജോണീൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ ഡിന്നറിന് പോവുകയാണ്. പക്ഷേ ഹോളിഡേ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ജാമാണ്. അതുകൊണ്ട് ജോണീൻ്റെ മദർ പറഞ്ഞു, ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഈറ്റൻ ദെയർ ഡിന്നർ. ലെറ്റ്സ് അനലൈസ് ദ സെൻറ്റൻസ്. ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഈറ്റൻ ദെയർ ഡിന്നർ. നമ്മൾ എത്തുമ്പോഴേക്കും അവർ അത്താഴം കഴിച്ചിട്ടുണ്ടാകും. സോ ഇവിടെ രണ്ട് ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എന്താണ് നടക്കാൻ പോകുന്നത്? ഗ്രാൻഡ് പാരൻസ് ഭക്ഷണം കഴിക്കലാണ്. രണ്ടാമത് ആണ് ജോണിയും പാരൻസും അവിടെ എത്തുന്നത്. സോ ആദ്യം നടക്കുമെന്ന് വിചാരിക്കുന്ന സംഭവത്തെ, ഫ്യൂച്ചറിൽ നടക്കുമെന്ന് വിചാരിച്ച സംഭവത്തെ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് v3 ഉപയോഗിക്കുക. രണ്ടാമത്തതിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുക, കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ബൈ ദ ടൈം വി റീച്ച് ദേ വിൽ ഹാവ് ഈറ്റൻ ദെയർ ഡിന്നർ. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ് മൈ ഫ്രണ്ട്സ്. നീ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും. ഫ്യൂച്ചറത്തെ രണ്ട് ആക്ഷൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞത് ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും ആദ്യം, അതിനുശേഷമാണ് നീ എത്തുക എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദിസ് സെൻറ്റൻസ്. ബൈ ദ ടൈം യു അറൈവ് ദ ട്രെയിൻ വിൽ ഹാവ് ലെഫ്റ്റ്. നീ എത്തുമ്പോഴേക്കും ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാകും. സോ ആദ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രെയിൻ പുറപ്പെടലല്ലേ? സോ അതിന് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് v3, ദ ട്രെയിനിനെ നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം യു അറൈവ്. ഓക്കെ,
നീ എത്തും എന്ന സംഭവത്തെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വെരി ഈസി ആൻഡ് വെരി സിമ്പിൾ. Dear friends, in today's episode we are going to talk about present perfect continuous tense. Okay, അതിന് നമുക്കൊരു premise സെറ്റ് ചെയ്യാം. ജോണീൻ്റെ അങ്കിളും ആൻറ്റിയും ജോണീനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, സോ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആവട്ടെ ഇന്നത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ വന്ന ഉടനെ ജോണീൻ്റെ അങ്കിള് ജോണിയോട് ചോദിച്ചു, നീ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്? സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. നീ എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? എത്ര കാലമായി? ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർമുല ഉപയോഗിക്കണം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഐ എൻ ജി. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം ജോണി കൊടുക്കുന്നത് ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 2 months. 2 മാസമായി ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഐ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കരുതുന്നത്, അതുകൊണ്ടാണ് ഹാവ് വന്നത്. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജോണി 2 മാസം മുമ്പാണ് തുടങ്ങിയത്, പാസ്റ്റെന്ന്. ഈ സംസാരിക്കുന്ന ഘട്ടമായ ഇപ്പോൾ അങ്കിളിനോട് പറയുന്ന സമയത്തും ജോണി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, സ്റ്റിൽ ഡൂയിങ്, പ്രസൻറ്റിലും. ഫ്യൂച്ചറിലേക്കും ജോണി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്യൂച്ചറിലേക്കും ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനത്തെ ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഡ്യൂറേഷനെ കുറിച്ച് സംസാരിക്കാൻ. 2, പാസ്റ്റും തുടങ്ങി പ്രസൻറ്റിലുമുണ്ട്, ഫ്യൂച്ചറിലേക്കും പോകാനുള്ള ആ ആക്ഷൻ ഫ്യൂച്ചറിലും ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. അടുത്തതായി ജോണിയുടെ ഫാദർ ജോണീനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയാണ്. ഈ അടുത്ത കാലത്തായി ജോണി ഒരുപാട് സമയം TV കാണുന്നുണ്ട്. സോ ജോണീൻ്റെ ഫാദറിൻ്റെ ഡയലോഗ് ഇതാണ്, ഈ അടുത്ത കാലത്തായി ജോണി ഒരുപാട് സമയം TV കാണുന്നുണ്ട്. ഇത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കുറിച്ചാണ് പറയുന്നുള്ളത്. സോ ഇതാണ് അതിൻ്റെ ഫോർമുല. സോ ഹൗ വിൽ ബി ദ സെൻറ്റൻസ്? ലേറ്റ്ലി ജോണി ഹാസ് ബീൻ വാച്ചിങ് എ ലോട്ട് ഓഫ് TV. ലേറ്റ്ലി ഈയിടെയായി ജോണി ഹാസ് ബീൻ, ജോണി സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാസ് പ്ലസ് ബീൻ വാച്ചിങ് എ ലോട്ട് ഓഫ് TV. സോ ഇതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കുറിച്ചിട്ട് വ്യക്തമായി പറയുകയാണല്ലേ. സോ വേറൊരു ഇതിലത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ പാസ്റ്റിന്ന് തുടങ്ങി ഇപ്പോൾ പ്രസൻറ്റിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കുട്ടികളാണ്, ഹീ വിൽ ഡു ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അങ്ങനെ പെട്ടെന്നൊന്നും TV കാണുന്നത് നിർത്തൂല. അപ്പോൾ നമ്മൾ മുതിർന്നിട്ട് നമ്മൾ നിർത്തിയോ? ജോണീൻ്റെ അങ്കിള് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ജോണീൻ്റെ ഫാദറിനോട്. നിങ്ങൾ എത്ര കാലമായി ബാങ്കിൽ മാനേജറായി ജോലി ചെയ്യുന്നു? സോ വീണ്ടും എത്ര കാലമായി, ഇതൊരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. സോ യു നോ ദ ഫോർമുല, റൈറ്റ് ഇറ്റ് ഡൗൺ സംവെയർ. സോ ദ സെൻറ്റൻസ് ഷുഡ് ബി ജോണീസ് ഫാദർ റിപ്ലൈസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ മാനേജർ സിൻസ് 2014. സിൻസ് 2014, 2014 മുതൽ ഞാനൊരു മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്യൂറേഷൻ ഓഫ് ടൈമിൻ്റെ കൂടെ തന്നെ 2014 മുതൽ തുടങ്ങി ഇപ്പോൾ ജോണീൻ്റെ അങ്കിൾക്ക് മറുപടി കൊടുത്ത സമയത്തും ചെയ്യുന്നുണ്ട്, മൂപ്പർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് മൂപ്പർ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മൂപ്പർ പറയും ഐ വർക്ക്ഡ് ദെയർ ഫോർ മെനി ഇയേഴ്സ് ആൻഡ് നൗ ഐ ഡോണ്ട് വിഷ് ടു കണ്ടിന്യൂ. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം, ഒന്ന് കാലയളവ് ഡ്യൂറേഷനെ കുറിച്ച് പറയാനും, 2 എൻ്റെ അഭിപ്രായത്തിൽ മൂപ്പർ ഇത് ഫ്യൂച്ചറിലേക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കൂടിയിട്ടാണ്. ഓക്കെ, അടുത്തതായി ജോണീൻ്റെ ആൻറ്റി ജോണീൻ്റെ മദറിനോട് ചോദിക്കുകയാണ്, നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് ഞാൻ കേട്ടു. ഐ ഹേർഡ് ദാറ്റ് യുവർ മദർ ഇസ് നോട്ട് വെൽ. എത്ര കാലമായി അവർക്ക് നടുവേദന അനുഭവിക്കുന്നു? സോ the question is എത്ര കാലമായി. So we know that there's a duration of time. We are talking about a duration of time. So you know the formula already. So the reply of the mother is she has been suffering from back pain for 3 years. She has been suffering from back pain for 3 years. ഇവിടെ 2 കാര്യങ്ങളാണ് ഈ സെൻറ്റൻസ് ഫോർമേഷന് കാരണമായത്. ഒന്ന്, നമ്മൾ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. 2, 3 വർഷം മുമ്പ് തുടങ്ങി ഇപ്പോഴും അവർക്ക് ബാക്ക് പെയിൻ ഉണ്ട്.
ഇനി ഫ്യൂച്ചറിലും അതങ്ങനെ പോകുന്ന ഒരു ബാക്ക് പെയിൻ അല്ല. ഐ തിങ്ക് സംതിങ് മേജർ. ഷീസ് ഓൾഡർ ഓൾസോ. ജോണീൻ്റെ മദറല്ലേ, ഗ്രാൻഡ് മദറല്ലേ. സോ അഥവാ ഇത് ഒരു ഫ്യൂച്ചറിലേക്കും പോകാത്തൊരു സംഭവമായിരുന്നെങ്കിൽ, ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ആവാത്ത ഒരു ആക്ഷൻ ആയിരുന്നെങ്കിൽ, ചിലപ്പോൾ ജോണീൻ്റെ മദർ എൻ്റെ അഭിപ്രായത്തിൽ പറയട്ടെ, ഷീ സഫേർഡ് ഫോർ ടു ലോങ്, ഷീ സഫേർഡ് ഇറ്റ് ഫോർ 3 years, നൗ ഷീസ് ഓക്കെ എന്ന് സിമ്പിൾ പാസ്റ്റിൽ പറയട്ടെ. അടുത്തതായി ജോണീൻ്റെ അങ്കിൾ ജോണീൻ്റെ ഫാദറിനോട് ചോദിക്കുന്നു, നീ എത്ര കാലമായി ഈ കാർ ഉപയോഗിക്കുന്നു? സോ അഗെയിൻ, എത്ര കാലമായി, ഡ്യൂറേഷൻ ഓഫ് ടൈം, യു നോ ദ ഫോർമുല. സോ ജോണീസ് ഫാദർ വിൽ ആൻസർ, ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് കാർ ഫോർ 8 months. 8 മാസമായി ഞാൻ ഈ കാർ ഉപയോഗിക്കുന്നു. ഓക്കെ. സോ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇവർ ഒരു കാറ് വാങ്ങിയാൽ, നമ്മൾ സാധാരണക്കാർ ഒരു കാറ് വാങ്ങിയാൽ 8 മാസം കൊണ്ട് നമ്മളത് കളയോ? ഇല്ല. 8 മാസം മുമ്പ് തുടങ്ങി ഇപ്പോൾ കാർ ഉപയോഗിക്കുന്നു, ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കും. ഒരു കാർ മിനിമം ഒരു 5-7 വർഷം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉപയോഗിക്കും, ഇല്ലേ? In today's episode, we are going to talk about past perfect continuous tense. So friends, past perfect continuous tense ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിനാരിയോ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ആ കാണുന്ന റെഡ് എയർ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്താണ് ജോണിയുടെ വീട്. ജോണി രാവിലെ റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോണി കൃത്യസമയം 9 മണിയാകുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ 9 മണിയാകുമ്പോൾ ബസ് വന്നില്ല. 9:15 9:30 9:45 10 o'clock ആയി. അപ്പോഴാണ് ബസ് വന്നത്. അങ്ങനെ ബസ്സിൽ ജോണി കയറി ആൻഡ് ഹീ വെൻറ്റ് ടു സ്കൂൾ. ഓക്കെ, ജോണി ക്ലാസ്സിൽ ലേറ്റായിട്ട് വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, വൈ ആർ യു ലേറ്റ് ടുഡേ? So Johnny replied, excuse me teacher, please pardon me. I had been waiting for an hour when finally the bus arrived. നമുക്ക് ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്ന് സൂക്ഷിച്ചു നോക്കാം. I had been waiting for an hour when finally the bus arrived. ഞാൻ 1 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ബസ് വന്നത്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സെൻറ്റൻസ് ആണ്. സോ എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കേണ്ടത്? പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടന്നു. അതിൽ ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ അല്ലെ, ആദ്യം നടന്നത് എന്താണ്? വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, അവൻ 1 മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ് വന്നു. ആ ബസ് വന്ന സമയത്ത് ഈ വെയിറ്റിംഗ് എന്ന പ്രക്രിയ, ആക്ഷൻ അവിടെ അവസാനിച്ചു. അവൻ ബസ്സിൽ കയറി പോയി. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ഓർമ്മിക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആദ്യം കണ്ടിന്യൂസ് ആയി നടക്കുന്ന സംഭവത്തിനെ നമ്മൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING എന്ന് ഉപയോഗിക്കുകയും എന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുകയും, രണ്ടാമത് നടക്കുന്ന സംഭവത്തെ സബ്ജക്റ്റ് പ്ലസ് V2 സിമ്പിൾ പാസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് another scenario my friends. ജോണീൻ്റെ ഫാദറും മദറും അങ്കിളും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് മനസ്സിലായത് ചാവി എവിടെയോ കളഞ്ഞു പോയെന്ന്. അങ്ങനെ ജോണീൻ്റെ അങ്കിള് വാതിൽ തുറക്കാൻ ചാവി ഇല്ലാതെ കുത്തിപ്പൊളിക്കാൻ നോക്കാം. ഓക്കെ, സോ ജോണി എന്ത് ചെയ്തു? ജോണി ഇങ്ങനെ പരതി നോക്കി എവിടെയെങ്കിലും ചാവി ഉണ്ടോ എന്ന്. സോ അങ്ങനെ ഫൈനലി ജോണി ഫൗണ്ട് ദ കീ. ജോണിക്ക് ചാവി കിട്ടി. ജോണി ചാവി കണ്ടുപിടിച്ച സന്തോഷത്തിൽ ജോണിയുടെ മദർ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, വി ഹാഡ് ബീൻ ട്രൈങ് ടു ഓപ്പൺ ദ ഡോർ ഫോർ 5 minutes until ജോണി ഫൗണ്ട് ദ കീ. ലെറ്റ്സ് അനലൈസ് ദ സെന്റൻസ് മൈ ഫ്രണ്ട്സ്. So the sentence was, we had been trying to open the door for 5 minutes until Johnny found the key. ജോണി താക്കോൽ കണ്ടുപിടിക്കുന്നത് വരെ ഞങ്ങൾ 5 മിനിറ്റായി വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സോ ഈ സെൻറ്റൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. എന്തുകൊണ്ടാണ് ജോണിയുടെ മദർ ഈ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്തത്? പാസ്റ്റിൽ 2 കാര്യങ്ങൾ നടന്നു. അതിൽ ആദ്യം നടന്നതിൻ്റെ ഡ്യൂറേഷനാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, അല്ലേ? We had been trying to open the door for 5 minutes. 5 മിനിറ്റായി അവർ വാതിൽ കുത്തിപ്പൊളിച്ച് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നെ ജോണി ചാവി കണ്ടുപിടിച്ചു. ജോണി ചാവി കണ്ടുപിടിക്കുന്നതോടെ ആ കുത്തിപ്പൊളിക്കുന്ന പ്രക്രിയ അവസാനിച്ചിട്ട് അവർ ചാവിയിട്ട് തുറന്നു.
സോ ആദ്യം നടന്നതിൻ്റെ ഡ്യൂറേഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സോ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING, ഏത് സംഭവമോ രണ്ടാമത് നടന്നത് ആ സംഭവത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലും കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് another sentence. മെറിൻസ് കരിയർ അനാലിസിസ്. 2014 മുതൽ 2021 വരെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. 2021 കറണ്ട് ജോബിൽ കയറി. സോ മെറിൻ പറഞ്ഞു, I had been working as a marketing executive for a long time before I joined here. ഈ സെൻറ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ ചേരുന്നതിന് മുമ്പ് വളരെ കാലം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു. സോ എന്തുകൊണ്ട് മെറിൻ ഈ രീതിയിൽ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു? സോ മെറിൻ ആദ്യം നടന്ന സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ സിൻടാക്സ് ആണ്. സോ ആദ്യം നടന്ന സംഭവം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ആക്ഷൻ്റെ സിൻടാക്സ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് INGയും, രണ്ടാമത് നടന്ന സംഭവത്തിൻ്റെ എന്താണ് രണ്ടാമത് നടന്നത്? ജോയിൻഡ് ഹിയർ ആണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്യണം. That's all for now, my friends. Thank you so much.